ഹായ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 1-ലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണ് പഠിക്കുന്നത്. 5 ഡിഫറെന്റ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ കോമ്പിനേഷൻ റിയാക്ഷൻ, സെക്കൻഡ് വൺ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, തേർഡ് വൺ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഫോർത്ത് വൺ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആൻഡ് ദ ലാസ്റ്റ് വൺ റെഡോക്സ് റിയാക്ഷൻ. ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ കോമ്പിനേഷൻ റിയാക്ഷൻ. ഈ റിയാക്ഷന്റെ പ്രത്യേകത ആ വാക്കിൽ തന്നെ ഉണ്ട്. എന്താണത്? കോമ്പിനേഷൻ. നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം വാട്ടർ. അതായത് ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു പ്രോഡക്റ്റ് വാട്ടർ ഫോം ചെയ്യുന്നു. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കി. മാഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗീവ്സ് മാഗ്നീഷ്യം ഓക്സൈഡ്. മാഗ്നീഷ്യവും ഓക്സിജനും കൂടി റിയാക്ട് ചെയ്തിട്ട് ഒരേ ഒരു പ്രോഡക്റ്റ് ആയ മാഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ഈ രണ്ട് എക്സാമ്പിൾസിൽ നിന്ന് നമുക്ക് തന്നെ കോമ്പിനേഷൻ റിയാക്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ? റിയാക്ഷൻസ് ഇൻ വിച്ച് 2 or more reactants combine together to form a single product. The key point is a single product is formed. Such reactions are called combination reactions. ഇനി നമുക്ക് മൂന്നാമതൊരു എക്സാമ്പിൾ നോക്കാം. കാൽഷ്യം ഓക്സൈഡ്, അതായത് ക്വിക്ലൈം. ഇറ്റ് റിയാക്ട് വിത്ത് വാട്ടർ. ക്വിക്ലൈം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ സ്ലേക്കറ്റ് ലൈം, മലയാളത്തിൽ കുമ്മായം എന്ന് പറയും. ഈ റിയാക്ഷന്റെ പ്രത്യേകത നമുക്കറിയാം. എന്താണ്? ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന റിയാക്ടന്റും വാട്ടറും കൂടി റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. പക്ഷെ ഈ റിയാക്ഷന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ റിയാക്ഷന്റെ ഫലമായിട്ട് ധാരാളം ഹീറ്റ് കൂടി ഇവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇത്തരം റിയാക്ഷൻസിന് നമ്മളൊരു പേര് പറയും എക്സോതെർമിക് റിയാക്ഷൻസ്. അപ്പൊ എന്താണ് എക്സോതെർമിക് റിയാക്ഷൻ? റിയാക്ഷൻസ് ഇൻ വിച്ച് heat is liberated along with the formation of products are called exothermic reactions. Second one, decomposition reaction. ഇത് നമ്മൾ ആദ്യം പഠിച്ച കോമ്പിനേഷൻ റിയാക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. അപ്പൊ എന്തായിരിക്കും ഇവിടെ നടക്കുക? അവിടെ കോമ്പിനേഷൻ ആണ് നടന്നെങ്കിൽ ഇവിടെ നടക്കുന്ന എന്തായിരിക്കും? സ്പ്ലിറ്റിംഗ് ആയിരിക്കും. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കാൽഷ്യം കാർബണേറ്റ് CaCO3 കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്ത് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും ആയിട്ട് മാറും. അതായത് ഇവിടെ എന്ത് നടന്നു? ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടന്നു, സ്പ്ലിറ്റിംഗ് നടന്നു. അപ്പൊ എന്താണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ? എ കോമ്പൗണ്ട് ബ്രേക്സ് ഇൻടു 2 or more സിമിലർ സബ്സ്റ്റൻസസ്. ഇവിടെ പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. കാൽഷ്യം കാർബണേറ്റ് വെറുതെ അങ്ങ് ബ്രേക്ക് ചെയ്ത് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡായിട്ട് മാറത്തില്ല. ഹീറ്റ് ചെയ്താൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ? സ്പ്ലിറ്റ് ചെയ്ത് പ്രോഡക്ട്സ് ആയിട്ട് ഫോം ചെയ്യത്തുള്ളൂ. ഇവിടെ നമ്മൾ ഹീറ്റ് യൂസ് ചെയ്തു ഡീകമ്പോസിഷന് വേണ്ടിയിട്ട്. സോ ഈ ഡീകമ്പോസിഷൻ റിയാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഇനി നമുക്ക് സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. വെൻ ഇലക്ട്രിക് കറന്റ് ഈസ് പാസ് ത്രൂ വാട്ടർ സ്പ്ലിറ്റ്സ് ഇൻടു ഹൈഡ്രോജൻ ആൻഡ് ഓക്സിജൻ. ഇതിന് നമ്മളൊരു പേര് പറയുമല്ലോ. എന്താണത്? ഇലക്ട്രോളിസിസ്. അതായത് കറണ്ട് പാസ് ചെയ്തപ്പോ വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറി. ഇതപ്പോ ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. നമുക്ക് മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. വെൻ സിൽവർ ക്ലോറൈഡ് ഈസ് എക്സ്പോസ്ഡ് ടു സൺലൈറ്റ്. സിൽവർ ക്ലോറൈഡ് സ്പ്ലിറ്റ് ചെയ്ത് സിൽവറും ക്ലോറിനുമായിട്ട് മാറും. അതായത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയിലാണ്. ഈ പറഞ്ഞ 3 എക്സാമ്പിൾസിലും നമ്മൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്? എനർജി യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, കറന്റ് ആൻഡ് ലൈറ്റ്. സോ ഇത്തരം റിയാക്ഷൻസിനെ, ഇത്തരം ഡീകമ്പോസിഷൻ റിയാക്ഷൻസിനെ നമുക്ക് എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയാം. അപ്പൊ എന്താണ് എൻഡോതെർമിക് റിയാക്ഷൻസ്? റിയാക്ഷൻസ് ഇൻ വിച്ച് എനർജി ഈസ് അബ്സോർബ്ഡ് ആർ നോൺ ആസ് എൻഡോതെർമിക് റിയാക്ഷൻസ്. തേർഡ് വൺ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് നോക്കാം. റിയാക്ടിവിറ്റി സീരീസ് ഓഫ് മെറ്റൽസ്. കുറെ മെറ്റൽസിനെ അതിന്റെ റിയാക്ടിവിറ്റിയുടെ ബേസിസിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏറ്റവും ടോപ്പിൽ കാണുന്നത് പൊട്ടാസ്യം. പൊട്ടാസ്യം കഴിഞ്ഞ് സോഡിയം, കാൽഷ്യം, മാഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അങ്ങനെ വന്ന് ഏറ്റവും താഴെ ഗോൾഡ്, AU. അപ്പോ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ് ടോപ്പിലും താഴോട്ട് വരുന്തോറും റിയാക്ടിവിറ്റി കുറഞ്ഞ രീതിയിലാണ് ഈ ചാർട്ടിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈ ചാർട്ട് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും സോഡിയം ഈസ് മോർ റിയാക്റ്റീവ് ദാൻ അയൺ, കാൽഷ്യം ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സിങ്ക്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ് ഗീവ്സ് സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ. ഇവിടെ സിങ്ക് എന്താ ചെയ്യുന്നത്? സിങ്ക് കോപ്പറിനെ അതിന്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് മാറ്റിയിട്ട് അവിടെ കയറിയിരിക്കുക. അതായത് സിങ്ക് ഡിസ്പ്ലേസസ്
copper from copper sulfate. കാരണം എന്താ? Zinc is more reactive than copper. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കി. Fe, iron. Fe plus copper sulfate gives FeSO4 plus Cu. ഇവിടെ Fe ചെയ്യുന്നത് എന്ത് തന്നെയാ? കോപ്പർ സൾഫേറ്റിലെ കോപ്പറിനെ മാറ്റിയിട്ട് അവിടെ കയറിയിരിക്കുക. Fe displaces copper from copper sulfate because Fe is more reactive than copper. ഈ രണ്ട് എക്സാമ്പിൾസിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? റിയാക്ടിവിറ്റി കൂടിയ ഒരാള് റിയാക്ടിവിറ്റി കുറഞ്ഞ ആളിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത് ഈ റിയാക്ഷനകത്ത്. അപ്പൊ ഇതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? റിയാക്ഷൻ ഇൻ വിച്ച് എ മോർ റിയാക്റ്റീവ് എലമെന്റ് ഡിസ്പ്ലേസസ് എ ലെസ് റിയാക്റ്റീവ് എലമെന്റ് ഫ്രം ഇറ്റ്സ് സോൾട്ട് സൊല്യൂഷൻ. ഫോർത്ത് വൺ, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. AgNO3 plus NaCl gives AgCl plus NaNO3. അതായത് സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും റിയാക്ട് ചെയ്ത് സിൽവർ ക്ലോറൈഡും സോഡിയം നൈട്രേറ്റും ഫോം ചെയ്യുന്നു. ഇവിടുത്തെ റിയാക്ടൻസ് ആരൊക്കെയാ? സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും. നമുക്ക് അതിന് അയോണിക് ഫോമിൽ എഴുതാം. ഈ രണ്ട് റിയാക്ടൻസ് തമ്മിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ബൈ ദ എക്സ്ചേഞ്ച് ഓഫ് അയോൺസ്, കാറ്റയോൺസും ആനോൺസും. അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് പുതിയ രണ്ട് കോമ്പൗണ്ട്സ് അവിടെ ഫോം ചെയ്യുന്നത്. AgClഉം NaNO3യും ഫോം ചെയ്യുന്നത്. ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അപ്പൊ എന്താണ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? എ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് there is an exchange of ions between the reactants to give new substances is called double displacement reaction. ഈ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിനെ നമ്മൾ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്നും വിളിക്കും. അതായത് ഈ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനാണ് ഉണ്ടാവുന്ന പ്രോഡക്ട്സിൽ ഒന്നൊരു പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും, ഇൻസോലബിൾ ആയിട്ടുള്ള ഒരു സോളിഡ് സബ്സ്റ്റൻസ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിനെ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്നും വിളിക്കും. ഫിഫ്ത് വൺ, റെഡോക്സ് റിയാക്ഷൻ. റെഡോക്സ് റിയാക്ഷൻ എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് ഓക്സിഡേഷനും റിഡക്ഷനും എന്താണെന്ന് പഠിക്കാം. ഒരു എക്സാമ്പിൾ നോക്കി. CuO plus H2 gives Cu plus H2O. കോപ്പർ ഓക്സൈഡും ഹൈഡ്രജനും കൂടി റിയാക്ട് ചെയ്തപ്പോൾ കോപ്പറും വാട്ടറും ഫോം ചെയ്തു. ഇവിടുത്തെ റിയാക്ടൻസിന് വന്ന മാറ്റങ്ങളൊന്ന് നോക്കി. CuO എന്തായിട്ട് മാറി? Cu ആയിട്ട് മാറി. അതായത് കോപ്പർ ഓക്സൈഡില് ഓക്സിജൻ നഷ്ടപ്പെട്ടു. H2 എന്തായിട്ട് മാറി? H2O ആയിട്ട് മാറി. അതായത് ഹൈഡ്രജൻ ഓക്സിജന് ഗെയിൻ ചെയ്തു. ഒരാൾ ഓക്സിജനെ ലോസ് ചെയ്തു, വേറൊരാൾ ഓക്സിജന് ഗെയിൻ ചെയ്തു. ഓക്സിജനെ ലോസ് ചെയ്തത് ആരാ? CuO. ഓക്സിജനെ ഗെയിൻ ചെയ്തത് ആരാ? H2. ദാറ്റ് മീൻസ് ഓക്സിഡേഷൻ നടന്നിട്ടുണ്ട്, റിഡക്ഷൻ നടന്നിട്ടുണ്ട്. എന്താണ് ഓക്സിഡേഷൻ? എ പ്രോസസ് ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് ഗെയിൻസ് ഓക്സിജൻ. അപ്പൊ റിഡക്ഷനോ? കെമിക്കൽ പ്രോസസ് ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് ലോസസ് ഓക്സിജൻ. നമ്മൾ ഈ പറഞ്ഞ കെമിക്കൽ റിയാക്ഷനകത്ത് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, റിഡക്ഷൻ നടക്കുന്നുണ്ട്. സോ നമുക്കിതിനെ റെഡോക്സ് റിയാക്ഷൻ എന്ന് പറയാം. സോ എന്താണ് റെഡോക്സ് റിയാക്ഷൻ? എ റിയാക്ഷൻ ഇൻ വിച്ച് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഒക്കേഴ്സ് simultaneously is known as redox reaction. നമുക്ക് സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. H2S plus Cl2 gives 2HCl plus S. ഈ റിയാക്ഷനകത്ത് എന്താ നടന്നതെന്ന് നോക്കി. H2S S ആയിട്ട് മാറി, അതായത് ഹൈഡ്രജനെ നഷ്ടപ്പെടുത്തി. Cl2 HCl ആയിട്ട് മാറി, ഹൈഡ്രജനെ ഗെയിൻ ചെയ്തു. ഒരാള് ഹൈഡ്രജനെ ലോസ് ചെയ്തു, വേറൊരാള് ഹൈഡ്രജനെ ഗെയിൻ ചെയ്തു. അപ്പൊ ഹൈഡ്രജനെ ലോസ് ചെയ്യുന്നതിന് നമുക്ക് ഓക്സിഡേഷൻ എന്നും ഹൈഡ്രജനെ ഗെയിൻ ചെയ്യുന്നതിന് നമുക്ക് റിഡക്ഷൻ എന്നും പറയാം. അപ്പൊ എന്താണ് റിഡക്ഷൻ? എ കെമിക്കൽ പ്രോസസ് ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് ഗെയിൻസ് ഹൈഡ്രജൻ ഈസ് റിഡക്ഷൻ. കെമിക്കൽ പ്രോസസ് ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് ലോസസ് ഹൈഡ്രജൻ ഈസ് ഓക്സിഡേഷൻ. ഇവിടെയും ഓക്സിഡേഷനും നടന്നു, റിഡക്ഷനും നടന്നു. അപ്പൊ ഇതൊരു റെഡോക്സ് റിയാക്ഷൻ ആണ്. ഇനി നമുക്ക് ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റും എന്താണെന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷൻ നോക്കിയേ. CuO plus H2 gives Cu plus H2O. അതായത് കോപ്പർ ഓക്സൈഡ് ഓക്സിജനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് കോപ്പർ ആയിട്ട് മാറി. ഓക്സിജനെ നഷ്ടപ്പെടുത്തുന്ന പ്രോസസ്സ് നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ്? റിഡക്ഷൻ. അപ്പൊ ഇവിടുത്തെ റിഡക്ഷൻ നടന്ന ആർക്കാ? കോപ്പർ ഓക്സൈഡിന്. ആർക്കാണോ റിഡക്ഷൻ നടന്നത് അയാളാണ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് ആരാ? കോപ്പർ ഓക്സൈഡ്. ഇനി H2 നോക്കി. H2 എന്തായിട്ട് മാറി? ഓക്സിജനെ ഗെയിൻ ചെയ്തുകൊണ്ട് H2O ആയിട്ട് മാറി. അതായത് ഇവിടെ ഓക്സിഡേഷൻ നടന്ന ആർക്കാ? H2ന്. അപ്പോ ഓക്സിഡേഷൻ നടന്ന ആളാണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ്. അങ്ങനെ പറയുമ്പോൾ H2 ആണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ ആർക്കാണോ റിഡക്ഷൻ നടക്കുന്നത് അയാള് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്.
ആർക്കാണ് ഓക്സിഡേഷൻ നടക്കുന്നത് അയാള് റെഡ്യൂസിങ് ഏജന്റ് ആണ്. നമ്മുടെ സെക്കൻഡ് എക്സാമ്പിളില് ഓക്സിഡൈസിങ് ഏജന്റ് ആരാ, റെഡ്യൂസിങ് ഏജന്റ് ആരാണെന്ന് നോക്കാം. H2S plus Cl2 gives 2HCl plus S. അതായത് H2S എന്തായിട്ട് മാറി, S ആയിട്ട് മാറി. ഹൈഡ്രജനെ റിമൂവ് ചെയ്തു. ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ് എന്താണെന്ന് നമ്മൾ പഠിച്ചത്, ഓക്സിഡേഷൻ. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ നടന്ന ആർക്കാം, ഹൈഡ്രജൻ സൾഫൈഡിന്, H2Sന്. അപ്പൊ H2S ആരായിരിക്കും, റെഡ്യൂസിങ് ഏജന്റ്. ഇനി Cl2 എന്തായിട്ട് മാറി, Cl2 ഹൈഡ്രജനെ ഗെയിൻ ചെയ്ത് HCl ആയിട്ട് മാറി. ഹൈഡ്രജനെ ഗെയിൻ ചെയ്യുന്നത് എന്ത് പ്രോസസ് എന്നാണ് നമ്മൾ പഠിച്ചത്, റിഡക്ഷൻ. അപ്പൊ ഇവിടെ Cl2ലാണ് എന്ത് നടന്നത്, റിഡക്ഷൻ നടന്നത്. റിഡക്ഷൻ നടന്ന ആളാണ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് ആരാ, Cl2. അപ്പോ റിഡക്ഷൻ നടന്ന ആള് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും, ഓക്സിഡേഷൻ നടന്ന ആള് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് കാര്യമാണ് പറയാൻ പോകുന്നത്. എഫക്ട് ഓഫ് ഓക്സിഡേഷൻ ഇൻ ഡേ ടു ഡേ ലൈഫ്. ഒന്നാമത്തത് കൊറോഷൻ, രണ്ടാമത്തത് റാൻസിഡിറ്റി. എന്താണ് കൊറോഷൻ? നമുക്കറിയാം, metals are exposed to air or moisture, it get corroded. കൊറോഷൻ കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് റസ്റ്റിംഗ് ഓഫ് അയൺ ആണ്, ഇരുമ്പ് തുരുമ്പിക്കുന്നത്. എന്താണ് റസ്റ്റ്? കെമിക്കലി റസ്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആണ്. കോപ്പറിന് എന്ത് സംഭവിക്കും? കോപ്പർ എങ്ങനെയാണ് കൊറോഡഡ് ആവുന്ന? ഒരു ഗ്രീൻ കളർ കോട്ടിംഗ് ഉണ്ടാവും, നമ്മൾ ക്ലാവ് പിടിക്കും എന്നൊക്കെ പറയും. സിൽവർ ആണെങ്കിലോ കറുക്കും, ഒരു ബ്ലാക്ക് കളർ ഫോം ചെയ്യും, അതായത് വെള്ളി കറുക്കും. ഈ മൂന്ന് മെറ്റൽസിനാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കൊറോഷൻസ്. റസ്റ്റിംഗ് ഓഫ് അയൺ, കോപ്പറിനും സിൽവറിനും സംഭവിക്കുന്ന ഡിസ്കളറേഷൻസ്. ഇനി ഈ റസ്റ്റിംഗ് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? റസ്റ്റിംഗ് ക്യാൻ ബി പ്രിവെന്റഡ് ബൈ ഫസ്റ്റ് വൺ പെയിന്റിംഗ്, സെക്കൻഡ് വൺ ഓയിലിംഗ് ഓർ ഗ്രീസിംഗ്, തേർഡ് വൺ ഗാൽവനൈസേഷൻ. എന്താ ഗാൽവനൈസേഷൻ? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, കോട്ടിംഗ് വിത്ത് സിങ്ക് മെറ്റൽ. എന്താണ് റാൻസിഡിറ്റി? ഓയിലും ഫാറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ കുറെ സമയം വെച്ചിരിക്കുമ്പോൾ ഒരു ബാഡ് ടേസ്റ്റും ഉണ്ടാവും, ഫൗൾ സ്മെല്ലും ഉണ്ടാവും. ഇതിനാണ് നമ്മൾ റാൻസിഡിറ്റി എന്ന് പറയുന്നത്. റാൻസിഡിറ്റി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആന്റി ഓക്സിഡൻസ് ആഡ് ചെയ്യും, അതായത് സബ്സ്റ്റൻസസ് വിച്ച് പ്രിവെന്റ് ഓക്സിഡേഷൻ. നമ്മുടെ ചിപ്സ് പാക്കറ്റ് ഒക്കെ നൈട്രജൻ കൊണ്ട് ഫില്ല് ചെയ്തേക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ഓക്സിഡേഷൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ രണ്ടാമത്തത് റെഫ്രിജറേറ്റ് ചെയ്യാം, ഫുഡ് നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്യാം. മൂന്നാമതാണ് സ്റ്റോർഡ് ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ്. എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ നമുക്ക് ഇതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു. ആദ്യത്തെ പാർട്ടിൽ കെമിക്കൽ റിയാക്ഷൻസ് പഠിച്ചു, രണ്ടാമത് നമ്മൾ കെമിക്കൽ ഇക്വേഷൻസും അതിന്റെ ബാലൻസിങ്ങും പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത യൂണിറ്റുമായിട്ട് വേറൊരു ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.